ഹലോ. അപ്പോൾ എൻ്റെ അമ്മയുടെ ഖത്തർ വിസിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു നാട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി പോകാൻ റെഡിയാണ്. അപ്പോൾ റെഡി ആയിട്ടാണ്. അങ്ങനെ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി അമ്മയും ഞാനും അച്ഛനും കൂടി നേരെ എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ എയർപോർട്ടിലെത്തിയിട്ടാണ്. ഖത്തറിലെ എല്ലാ കുടുംബാംഗങ്ങളോടും യാത്രയൊക്കെ പറഞ്ഞ് ഇനി കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൽ കയറി. അച്ഛനും അമ്മയും ഞാനും പിന്നെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ട് കോയ അങ്കിളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു ഖത്തർ വിസിറ്റ് തന്നെയായിരുന്നു ഇത്. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലെത്തി. അവിടുത്തെ ചെക്കിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഓടിപ്പോവാണ്. അങ്ങനെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ഫ്ലൈറ്റ് വന്നു. ഞാനും അമ്മയും കൂടി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകുന്നു. ശ്രീലങ്കൻ എയർലൈൻസ് ആയിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച സമാധാനപരമായി നമ്മളിങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഹെഡ്സെറ്റൊക്കെ തന്നിരുന്നു കേട്ടോ. നമുക്കൊരു സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു സീറ്റിൽ. പിന്നെ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ആഡ് അതിലിങ്ങനെ കാണിച്ചു. ഫ്ലൈറ്റിൽ കയറിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് അങ്ങനെയൊക്കെ. അതിനുശേഷം ഞാനൊരു ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം മൂവി കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കൊണ്ടു തന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കണ്ടു നോക്കണേ. പിന്നെ ഈ സിനിമ കാണുന്നതിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്ക്രീൻ എടുത്ത് നോക്കും. നമ്മുടെ ഫ്ലൈറ്റ് എവിടെ എത്തി, ഇനി ലാൻഡ് ചെയ്യാൻ എത്ര സമയമുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മളൊടുവിൽ കൊളംബോ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൊളംബോ എയർപോർട്ടിൽ അടുത്ത വെയിറ്റിംഗ് ആയിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്ലൈറ്റ് വന്നു. ഞങ്ങളതിൽ കയറി. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. പിന്നെ അവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ഈ ഒരു സംഭവവും പിന്നെ ഒരു ആപ്പിൾ ജ്യൂസുമാണ് കിട്ടിയത്. അതൊരു ബണ്ണാണ്. ബണ്ണിനകത്ത് കുറച്ച് വെജിറ്റബിൾ സ്റ്റഫ് അങ്ങനെ എന്തൊരു സംഭവം. എന്തായാലും ഫ്ലൈറ്റ് ഓൾറെഡി കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് വിശന്നും കൂടി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് സംഭവം സൂപ്പറായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തുള്ള കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴുണ്ട് നമ്മുടെ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു. നമ്മളതാ ലാൻഡ് ചെയ്യാൻ പോവാണ്, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ എന്ന്. പക്ഷെ ഞങ്ങൾ സാധാരണ ഫ്ലൈറ്റിൽ കയറി സീറ്റ് ബെൽറ്റ് ഊരാറില്ല കേട്ടോ. ഇറങ്ങാൻ നേരത്താണ് ഊരാറ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി ഗൈസ്. ഹാപ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.